Hi friends, Assalamualaikum. ഇന്ന് ഞാൻ ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടിട്ടുള്ള ഇത് റെസിപ്പിയാണ് കേട്ടോ. മാങ്ങ നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുക. എൻ്റെ കയ്യിൽ നോക്കിയപ്പോൾ മാങ്ങ ഉണ്ടായിരുന്നു, കുറച്ചൊരു മൂത്ത മാങ്ങയായിരുന്നു. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വായിൽ ഇപ്പം തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, വെറുതെ എടുത്ത് നമ്മളത് കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മളതിൽ ഉണക്കമുളകും വേപ്പിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. ഇനി പറഞ്ഞിരിക്കണില്ല, വേഗം നമുക്ക് ചെയ്യാൻ നോക്കാം. ഞാൻ മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം 4 മാങ്ങ എടുത്തിട്ടുള്ളത്, കുറച്ചൊരു മൂത്ത മാങ്ങ ഇട്ടാം. അതൊരു 4 നീളത്തിൽ അരിഞ്ഞതാണ്. മൂവാണ്ടൻ മാങ്ങ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചാൽ മതിയിട്ട്, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അതിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഒരു 8 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ കുറച്ച് വേപ്പില, കുറച്ച് അധികം കറിവേപ്പില തന്നെ ചേർത്തിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കത് മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഗ്രൈൻഡറിൽ ഇട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങ സെയിം എണ്ണയിലേക്ക് ഇട്ടിട്ട് തന്നെ മാങ്ങയും കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മാങ്ങ ഒന്ന് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിടുമ്പോൾ ഒന്ന് മാങ്ങ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. ആ സമയത്ത് നമുക്കത് കോരിയിട്ട് മാറ്റാം. ഒന്ന് കുറച്ച് നേരം ഇളക്കി കൊടുത്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മാങ്ങയും കൂടെ സെയിം ആയിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റിയിട്ടുള്ളത് കേട്ടോ. ഇനി ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫുള്ളായിട്ട് മാങ്ങ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉണക്കമുളകും വേപ്പില ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മാങ്ങയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. കുറച്ച് പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ കണ്ട റെസിപ്പിയിൽ ഇങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. ഉപ്പ് ചേർത്തിട്ട് 1/2 ടീസ്പൂൺ ചേർത്തിട്ട് നിങ്ങൾ നോക്കി നോക്കുക. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് ചൂടാറിയതിന് ശേഷം ചെയ്താൽ മതി. ഞാനിപ്പോൾ ആ മാങ്ങയുടെ ചൂടിൽ തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ശരിക്കും മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ അതിൽ മാങ്ങ കിട്ടുകയെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്